നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ ഉപദ്രവിക്കുന്നു? ഇന്ന് 2025 ഡിസംബർ 23 ചൊവ്വാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2598 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ അളിയൻ മരിച്ചതുകൊണ്ട് അതിൻ്റെ ആസ്പത്രി ആവശ്യങ്ങൾ, അതുപോലെ മരണാവശ്യങ്ങൾ, ശുശ്രൂഷകൾ ഒക്കെ ഉള്ളതുകൊണ്ട് ലേഖനങ്ങളെല്ലാം എഴുതിയെങ്കിൽ തന്നെയും അത് യൂട്യൂബിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് വീണ്ടും എല്ലാ ദിവസത്തെയും വീഡിയോ ഞാൻ യൂട്യൂബിലാക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും യൂട്യൂബിൽ അത് കാണുവാൻ ശ്രമിക്കുക. നമുക്ക് ലേഖനങ്ങളിലേക്ക് കിടക്കാം. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ ഒരു കൂട്ടം BJP പ്രവർത്തകരുടെ ക്രിസ്മസ് വിദ്വേഷ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നതും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പത്തി വിടർത്തി ആടുന്നതുമായ ഒരു വർഗീയ പാമ്പാണ് ഇന്ത്യയിൽ BJP പ്രവർത്തകർ. നിങ്ങളൊന്ന് കണ്ണൂർ നോക്കിയാൽ ഇന്ന് ക്രിസ്മസ് കരോൾ ടീമിനെ ഉപദ്രവിക്കുന്ന ക്രിസ്തീയ സഭകളുടെ അകത്ത് കയറി നടക്കുന്ന ആത്മീയ പ്രോഗ്രാമുകളെ അലങ്കോലപ്പെടുത്തുന്ന നിരവധി വാർത്തകൾ കാണാം. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെ ഭരണകക്ഷിയുടെ കൃത്യമായ അറിവോടും സമൂഹത്തോടും കൂടെ ആസൂത്രിതമായി നടത്തുന്ന വർഗീയ വൈരാഗ്യ വിദ്വേഷ പ്രവർത്തനങ്ങളാണ് കണ്ടുവരുന്നത്. പണ്ട് വടക്കേ ഇന്ത്യയിലായിരുന്നു ഇങ്ങനെയൊക്കെ കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് CPM ഭരിക്കുന്ന കേരളത്തിൽ പോലും ക്രിസ്മസ് കരോൾ പാർട്ടികൾ തല്ലുകൊണ്ട് ഓടുകയാണ്. ഞങ്ങൾ ബൈബിൾ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കാറില്ല. ക്രിസ്മസ് എന്ന് മാത്രമല്ല, മറ്റ് യാതൊരു ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷിക്കാറില്ല. ക്രിസ്തു ദൈവമാണ്. ദൈവത്തിന് ജന്മമില്ലാത്തവർക്ക് എങ്ങനെ ജന്മദിനമുണ്ടാകും? എന്നാൽ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചു എന്ന ഒരു ബൈബിൾ വാക്യമുണ്ട്. അത് ദൈവത്തിൻ്റെ മനുഷ്യ അവതാരമാണ്. അത് ആഘോഷിക്കാനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടൊന്നുമില്ല. മാത്രമല്ല, ക്രിസ്തു വിശ്വാസികൾ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും കൃത്യമായി പാലിക്കേണ്ടവ ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആ കൂട്ടത്തിലൊന്നും യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു ദിവസമോ പരിപാടികളോ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിൻ്റെ പേരിൽ നടത്തിവരുന്ന ഒരു ആഘോഷങ്ങളും ക്രിസ്തീയമല്ല. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. എന്നാൽ ഇന്ന് ക്രിസ്തുമതക്കാർ എന്ന് അവകാശപ്പെടുന്നവർ നടത്തിവരുന്ന ക്രിസ്മസ്, ഈസ്റ്റർ, പെസഹ, ദുഃഖവെള്ളിയാഴ്ച മുതലുള്ള ഒരു പ്രോഗ്രാമുകളും പള്ളിപ്പെരുന്നാളുകളും ശരിയല്ല എന്ന് വാദിക്കുന്നവരും അങ്ങനെ ചെയ്യുന്നവരോട് എതിർക്കുന്നവരുമാണ് ഞങ്ങൾ. ബൈബിൾ വിശ്വാസികൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരാളും ഈ വക പരിപാടികൾ നടത്തില്ല. ഞങ്ങൾ വേർപാടുകാരും ഞങ്ങളുടെ ആരുടെയും വീടുകളിൽ ക്രിസ്തുവിൻ്റെ പേരിൽ നക്ഷത്രം തൂക്കിയിട്ടില്ല. പെസഹ ദിനത്തിൽ ഇന്റേറിയപ്പം ഉണ്ടാക്കില്ല. ദുഃഖവെള്ളിയാഴ്ച കയ്പ് നീര് കുടിക്കില്ല. അതിന് കാരണം ഇങ്ങനെയുള്ള ഉത്സവങ്ങളും പ്രത്യേക ദിവസങ്ങളും ബൈബിൾ വിലക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെ. ബൈബിളിലെ കൊലോസ്യ ലേഖനം 2:13 മുതൽ വായിക്കുമ്പോൾ, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് വായിച്ചു. ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, സബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ തീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുതെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല എന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഞങ്ങൾ വേർപാടുകാർ മതതീവ്രവാദികളല്ല. ബൈബിൾ പറയുന്ന ഉപദേശത്തിനെതിരായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കണം, തല്ലണം, കൊല്ലണം, ഇല്ലാതാക്കണം എന്നൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളത് ചെയ്യുകയുമില്ല. ഇങ്ങനെ ബൈബിളിൽ പറയാത്ത പല ആചാരാനുഷ്ഠാനങ്ങളും ആചരിക്കുന്ന സഭകളിൽ ആയിരുന്ന ഞങ്ങൾ ഈ തെറ്റുകളെ തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്നും വേർപെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്ന ഇവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി ഞങ്ങൾ പ്രവർത്തിക്കില്ല. എങ്കിലും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന ഈ ജനാധിപത്യത്തിന് നിരക്കാത്ത
ഈ ക്രൂരത നിറഞ്ഞ പ്രവൃത്തികൾ ശരിയല്ല എന്ന് ഞങ്ങൾ തീർത്തു പറയും. എന്തുകൊണ്ട്? നിങ്ങളുടെ ദൈവവിശ്വാസവും സങ്കല്പങ്ങളും ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ അതിന് മതിയായ കാരണമുണ്ട്. ദൈവം സ്നേഹമാണ്. ദൈവസ്നേഹം ഉള്ളിലുള്ളവർ ആരെയും പഴിക്കില്ല, ദുഷിക്കില്ല, വൈരാഗ്യബുദ്ധിയിൽ പ്രവർത്തിക്കില്ല എന്ന് മാത്രമല്ല, ഈ ലോക ജീവിതത്തെക്കുറിച്ചല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവം നിത്യനാണ്, സനാതനാണ്. നിത്യജീവിതത്തെക്കുറിച്ച് മാത്രം പറയുകയും പഠിപ്പിക്കുന്നതുമാണ്. ഇനി നിങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:14 മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുന്നത്രേ. അതുകൊണ്ട് നിങ്ങളും ലോകത്തെ വിധിക്കരുത് എന്ന് മാത്രമല്ല, നിത്യജീവൻ കൈപ്പറ്റുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങൾ നരകത്തിൽ പോകും. മനുഷ്യനെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്ന മതങ്ങൾ ഏതായാലും അവയെല്ലാം പൈശാചികമാണ്, നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിലെ അനുയായികൾ വർഗീയ വിഷം ചീറ്റുന്നത് എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605558108 എല്ലാവർക്കും നല്ല ശുഭദിനം നേടുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.